ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 3 തരം ചിക്കിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ അതിന് ഞാൻ ആദ്യമേ തന്നെ ഇത് ബദാമും കാഷ്നട്ടും കൂടെയുള്ള ഒരു ചിക്കിയാണ്, രണ്ടും കൂടെ ഒന്നിച്ചിട്ടുള്ളത്. അതിന് നമുക്ക് ബദാം ഇതുപോലെ പകുതിയായി മുറിച്ചിട്ട് നമുക്ക് ഇതുപോലെ നേർപകുതിയായിട്ട് കട്ട് ചെയ്തെടുക്കണം. അതുകൊണ്ട് നമുക്ക് 2-3 മിനിറ്റ് ആദ്യം അത് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കാഷ്നട്ടും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടെ നല്ലപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുക. ഒന്ന് കരിഞ്ഞു പോവാതെ നല്ല ക്രിസ്പായി വരുന്ന വരെ നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കണം. മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ സ്ലോ ഫ്ലെയിമിലോ വെച്ചിട്ട് ചെയ്താൽ മതിയാകും. പിന്നെ നമുക്ക് ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ശർക്കര പൊടിച്ചതാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശർക്കരയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അരിച്ചെടുക്കണം. അതിൽ കല്ലും മണ്ണുമൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നതിൽ കല്ലും മണ്ണുമൊന്നുമില്ല, അതുകൊണ്ട് അങ്ങനെ ഡയറക്റ്റായിട്ട് തന്നെ ഞാൻ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് 3/4 കപ്പ് ശർക്കര പൊടിച്ചതാണ് അതും ചേർത്ത് നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് ഉരുക്കിയെടുക്കണം. ശർക്കര പാനിയാക്കി എടുത്തിട്ട് ശർക്കരയൊക്കെ നല്ലപോലെ ഒന്ന് കട്ടിയായി വരും. നമുക്ക് വെള്ളത്തിലിട്ട് നോക്കിയിട്ട് നമ്മളത് വെള്ളത്തിലൊന്ന് എറിഞ്ഞു കൊടുത്താൽ നല്ല ഹാർഡ് ബോളായിട്ടുള്ള കൺസിസ്റ്റൻസി വരും. നല്ല സൗണ്ട് കേൾക്കും, കല്ലെറിയുന്ന പോലെ. അതാണ് ശരിയായ പാകം. അതിലേക്ക് നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന ഈ ആൽമണ്ടും കാഷ്നട്ടും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്കിത് ഉടനെ തന്നെ പിന്നെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റണം. അതിനു മുമ്പ് നമുക്ക് ഏലക്കായ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം, ഒരു 1/4 ടീസ്പൂൺ. എന്നിട്ട് നമുക്ക് നെയ്യ് തടവിയ ഒരു പ്ലേറ്റിലേക്ക് ഉടനെ തന്നെ ഇത് മാറ്റി കൊടുക്കണം. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കട്ടിയായി പോകും. ശർക്കര നല്ലപോലെ പാകമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ കട്ടിയാവും. നമുക്ക് വേഗം തന്നെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഒന്ന് ലെവലാക്കി എടുക്കാം. അതിന് ശേഷം നമുക്ക് ചൂടോടുകൂടി തന്നെ ഒന്ന് കട്ട് ചെയ്ത് വെക്കണം. എന്നാലേ നമുക്ക് ചിക്കിയായിട്ട് എടുക്കാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്കിത് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്താലും മതിയാകും. കയ്യിൽ നെയ്യോ വല്ലതും തടവിയിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ടും എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്കത് തണുത്ത ശേഷം നമുക്കത് പ്ലേറ്റിൽ നിന്നും എടുത്തു മാറ്റാം. അപ്പോൾ നമ്മുടെ നല്ല സ്വാദുള്ള ആൽമണ്ട് കാഷ്യൂ ചിക്കി റെഡിയായി. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ. കൂടെ തന്നെ ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇത് നിലക്കടല വെച്ചിട്ടാണ്. അപ്പോൾ നിലക്കടല ഞാൻ ആദ്യമേ തന്നെ ഒന്ന് വറുത്തെടുത്തിട്ട് അത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല. വറുത്തെടുത്ത ശേഷം നമുക്ക് അതിലുള്ള തോലൊക്കെ നല്ലപോലെ ഒന്ന് കളഞ്ഞിട്ട് ഇതുപോലെ ആക്കി എടുത്തിട്ട് പിന്നെ വീണ്ടും ഒരു 2 മിനിറ്റും കൂടെ നല്ലപോലെ ഒന്ന് വറുത്തെടുത്താൽ നല്ല ക്രിസ്പായിട്ടുള്ള നമുക്ക് ഗ്രൗണ്ട് നട്ട് ചിക്കി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ 2 മിനിറ്റ് നേരം നമുക്ക് സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വറുത്തെടുക്കാം. പിന്നീട് നമുക്ക് മുമ്പ് ചെയ്ത പോലെ തന്നെ ശർക്കര പാക് റെഡിയാക്കിയിട്ട് നമുക്കത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ അതേ പാൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് 3/4 കപ്പ് ശർക്കര പൊടിച്ചതും കൂടെ ചേർക്കാം. വീണ്ടും പഴയ പോലെ തന്നെ അത് നല്ലപോലെ ഒന്ന് ഉരുക്കിയെടുത്തിട്ട് അത് നല്ല കട്ടിയായി വരുമ്പോൾ, നല്ല ഹാർഡ് ബോൾ കൺസിസ്റ്റൻസി ആയി വരുമ്പോൾ നമുക്കത് വെള്ളത്തിലൊന്ന് ഒഴിച്ച് നോക്കിയിട്ട് നമ്മൾ എടുത്താൽ നല്ലപോലെ ഉരുണ്ട് വരും. എന്നിട്ട് നമ്മൾ ആ വെള്ളത്തിൽ തന്നെ ഇടുമ്പോൾ നല്ലൊരു കല്ലെറിയുന്ന ആ ടൈപ്പിലുള്ള ഒരു സൗണ്ട് കേൾക്കും. അതാണ് ശരിയായിട്ടുള്ള പാകം. ഇങ്ങനെ വന്നാലേ നമുക്ക് നല്ല ക്രിസ്പായിട്ടുള്ള ചിക്കി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇതും നല്ലപോലെ ഒന്ന് കട്ടിയായി വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഏലക്കായ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ആ വറുത്ത് വെച്ചിരിക്കുന്ന നിലക്കടലയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതും കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. ഇപ്പോൾ കുട്ടികൾ സ്കൂളിൽ നിന്ന് 4 മണിക്കൊക്കെ വരുമ്പോൾ അവർക്ക് ഇതൊക്കെ കഴിക്കാനായിട്ട് കൊടുത്താൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കുമാണ്. കൂടെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയുമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമ്മളൊന്ന് കുറച്ച് മെനക്കെട്ടാൽ നമുക്ക് നല്ല സ്നാക്സും ഇതുപോലുള്ള ചിക്കിയും ഒക്കെ വീട്ടിൽ തന്നെ കുട്ടികൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ പുറമേ നിന്ന് വാങ്ങിക്കൊടുക്കുമ്പോൾ നമുക്ക് ഇത്രയും ശുദ്ധമായ ഇത് കൊടുക്കാൻ പറ്റില്ല. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പേടി കൂടാതെയും നമുക്കിത് കഴിക്കാവുന്നതാണ്.
അപ്പോൾ ഇതും ഇതുപോലെ പ്ലേറ്റിലേക്ക് മാറ്റിയ ശേഷം ചൂടോടുകൂടി തന്നെ ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കുക. പിന്നെ നമുക്കത് തണുത്ത ശേഷം നമുക്ക് അത് ഓരോ പീസായിട്ട് എടുത്ത് മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ നിലക്കടല ചിക്കിയും ഇതുപോലെ റെഡിയായി. അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ പൊട്ടുകടല വെച്ചിട്ട് ഒരു ചിക്കിയാണ്. അതും ഇതേ മെത്തേഡ് തന്നെയാണ്. നമുക്ക് ആദ്യമേ തന്നെ പൊട്ടുകടല ഒന്ന് വറുത്തെടുക്കണം. വറുത്തെടുത്തിട്ട് നമുക്ക് ഇതേപോലെ ശർക്കര പാക് വെച്ചിട്ട് അതിലിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആ പൊട്ടുകടല ചിക്കിയും റെഡി. അതും നല്ല സ്വാദുള്ള ഒരു ചിക്കിയാണ്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇത് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. ഇപ്പോൾ ഇതൊക്കെ നല്ലപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞു നമ്മൾ. അപ്പോൾ തണുത്ത ശേഷം ഞാൻ എടുത്ത് കാണിക്കാം. നമ്മൾ കടയിൽ വാങ്ങുന്നത് പോലെ തന്നെയുള്ള ചിക്കി നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ പൊട്ടുകടല നമുക്ക് ഇതുപോലെ ഒരു കപ്പ് എടുത്തിട്ട് ഇതുപോലെ നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വറുത്തിട്ട് നല്ല ക്രിസ്പായിട്ട് വരും. കരിഞ്ഞു പോവാതെ നല്ല ക്രിസ്പായി വരുന്നത് വരെ വേണം നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. നല്ല അടികനമുള്ള പാത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കരിഞ്ഞു പോവാതെ വറുത്തെടുക്കാൻ പറ്റും. ഇതേപോലെ 1/4 കപ്പ് വെള്ളം, അതിലേക്ക് 3/4 കപ്പ് ശർക്കര അത് ചേർത്ത് നല്ലപോലെ വറ്റി ചേർത്തിട്ട് ഹാർഡ് ബോൾ കൺസിസ്റ്റൻസി വരുമ്പോൾ നമുക്കതിലേക്ക് ഏലക്കായ പൊടിച്ചതും കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പൊട്ടുകടലയും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ പൊട്ടുകടല ചിക്കിയും റെഡിയാവും. ഇത് നമുക്ക് വേണമെങ്കിൽ ചെറിയ ബോളായിട്ട് ഉരുട്ടിയെടുക്കാവുന്നതാണ്, കയ്യിൽ നെയ്യ് തടവിയിട്ട്. അല്ലെങ്കിൽ ഇതുപോലെ ഒരു നെയ്യ് തടവിയ പ്ലേറ്റിൽ ഒഴിച്ചിട്ട് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടും ചിക്കിയായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ പൊട്ടുകടലയും അതിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇതും റെഡിയായി. അപ്പോൾ ഇന്ന് ഈ കാണിച്ച 3 റെസിപ്പിയും കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും തീർച്ചയായും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ നമ്മുടെ ഇതും കൂടെ നല്ലപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ട് നമുക്കൊന്ന് തണുക്കാനായിട്ട് വയ്ക്കാം. പിന്നെ നമുക്കത് കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് എടുത്ത് വയ്ക്കാവുന്നതാണ്. അപ്പോൾ വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.